ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സദ്ഗുരും തം നമാമി. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. ദർശനമാല 7-ാം ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത്. യദാത്മവിദ്യാ സങ്കോചസ്തദാ അവിദ്യാഭയങ്കരം നാമരൂപാത്മനാത്യർത്ഥം വിഭാതീഹ പിശാചവത്. ഈ ശ്ലോകം വിവരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആമുഖമായിട്ട് ആത്മാവിൻ്റെ പ്രപഞ്ച സൃഷ്ടിക്ക് കുറേ ഉദാഹരണങ്ങൾ നാം കഴിഞ്ഞ ശ്ലോകങ്ങളിലായി ചൂണ്ടിക്കാട്ടി. ഒരു ഇന്ദ്രജാലക്കാരൻ്റെ ജാലവിദ്യ പോലെ, ഒരു യോഗിയുടെ യോഗവിദ്യ പോലെ, ഇങ്ങനെ ഉദാഹരണങ്ങൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലായി ചൂണ്ടിക്കാട്ടി. ഒരു മായാവിയുടെ അല്ലെങ്കിൽ ഒരു ഇന്ദ്രജാലക്കാരൻ്റെ ജാലവിദ്യയുടെ ശരിയായ സ്വഭാവം അറിയുമ്പോൾ അതിൽ ഭയം ജനിക്കാതെ അതിൽ രസിക്കാൻ നമുക്ക് കഴിയുന്നു. അതുപോലെ ബ്രഹ്മത്തിൽ ശക്തി സ്പന്ദിക്കുമ്പോഴാണ് പ്രപഞ്ചമാകുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചൈതന്യത്തെ അറിയുമ്പോൾ പ്രപഞ്ചത്തിൽ ഭയം ജനിക്കുന്നില്ല. അല്ലാത്തിടത്തോളം പ്രപഞ്ചമെന്നും പ്രപഞ്ച ജീവിതമെന്നും നമുക്ക് ഭയമുളവാക്കും. പ്രപഞ്ച വ്യവസ്ഥയുടെ ചാലക ശക്തിയെ, അതായത് ആ ചൈതന്യത്തെ അറിഞ്ഞാൽ ആ കളിയില് ആദ്യന്തം രസം അനുഭവപ്പെടും. ആ കളിക്കാരനോട് ചേർന്ന് നിന്ന് കളി നല്ലവണ്ണം കണ്ട് രസിച്ച് ആ കളിയായി മാറിയ, ആ ചൈതന്യമായി മാറിയ ഗുരു ദർശനമാലയിലെ 7-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, യഥാ ആത്മവിദ്യാ സങ്കോച തദാ അവിദ്യാഭയങ്കരം നാമരൂപാത്മനാത്യർത്ഥം വിഭാതീഹ പിശാചവത്. യഥാ ആത്മവിദ്യാ സങ്കോചഃ തദാ അവിദ്യാഭയങ്കരം നാമരൂപാത്മനാത്യർത്ഥം വിഭാതീഹ പിശാചവത്. ഇനി ഈ ശ്ലോകത്തിന്റെ പദച്ഛേദവും പദാനുപദാർത്ഥവും നമുക്ക് പഠിക്കാം. യഥാ എപ്പോഴാണോ ആത്മവിദ്യാ സങ്കോചഃ, ആത്മവിദ്യക്ക് സങ്കോചം വരുന്നത്, അതായത് ആത്മാവിനെ അറിയാതെ വരുന്നത്, ആത്മീയമായ അറിവില്ലാതെ വരുന്നത്, തഥാ അപ്പോൾ അവിദ്യ അജ്ഞാനം, പിശാചവത് ഒരു പിശാചിനെ എന്നതുപോലെ, പിശാചിനെ കാണുമ്പോൾ ഭയം ജനിക്കുന്നത് പോലെ, നാമരൂപാത്മന ഈ കാണുന്ന പ്രപഞ്ചം മുഴുവേ നാമവും രൂപവും ഒക്കെ കൈക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന, പക്ഷിയായും പശുവായും മനുഷ്യരായും ഒക്കെ നിൽക്കുന്ന ഈ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തിന്റെ രൂപം കൈക്കൊണ്ട് അത്യർത്ഥം അത്യധികം ഭയങ്കരം, ഭയം കരോതി ഇതി ഭയങ്കരഃ, ഭയത്തെ ഉണ്ടാക്കുന്നതാണ് ഭയങ്കരം എന്ന് പറയുന്നത്. ഭയം ജനിപ്പിക്കുമാറ് എന്നർത്ഥം. അത്യന്തം ഭയങ്കരഃ വിഭാതി ശോഭിക്കുന്നു. ഇവിടെ അർത്ഥം വേർതിരിഞ്ഞ് ശോഭിക്കുന്നു, വേർതിരിഞ്ഞ് തോന്നാൻ ഇടവരുന്നു എന്നർത്ഥം. ഇതിൻ്റെ പദാനുപദ അർത്ഥ നമ്മൾ ഏകദേശം പറഞ്ഞു. ഇനി ഇതിൻ്റെ പദച്ഛേദം
യഥാത്മവിദ്യ. അവിടെ പ്രശ്ലേഷം അകാരത്തിന് വേണ്ടിയിട്ടാണ്. യഥാ പ്ലസ് ആത്മവിദ്യ എന്ന് വരും. യഥാത്മവിദ്യ. സങ്കോജസ്തദാ വിദ്യ. സങ്കോജഃ. അവിടെ ഒരു കാരം വന്നേക്കുന്നത് വിസർഗമാണ്. പിരിക്കുമ്പോൾ അവിടെ സുകാരം പോയിട്ട് അത് വിസർഗമായിട്ട് മാറും. അതാണ് സങ്കോജഃ എന്നുള്ള കഴിഞ്ഞ പിന്നെ സ്തത എന്ന് പറയരുത്. സങ്കോജഃ എന്നാണ് തിരിക്കണമെങ്കിൽ സങ്കോജഃ തഥാ അവിദ്യ ഭയങ്കരം, അല്ലെങ്കിൽ തഥാ വിദ്യ. അവിടെ അകാരം മനസ്സിൽ വെച്ചുകൊണ്ട് ഉച്ചരിക്കണം. വിദ്യാഭയങ്കരം എന്ന് ഒരിക്കലും പറയരുത്. അതാണ് സങ്കോജഃ പ്ലസ് തഥാ പ്ലസ് അവിദ്യ. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്താണ് ടീച്ചർ സകാരം പറയാഞ്ഞെന്ന്. അതിനുത്തരം ഞാൻ പറഞ്ഞു, സങ്കോച എന്നിടത്ത് വിസർഗമായി മാറുകയാണ് സന്ധി ചേരുമ്പോൾ ആ പദം. സന്ധി പിരിക്കുമ്പോൾ ചഹ എന്ന വിസർഗം വരും. ചേർത്ത് ചൊല്ലുമ്പോൾ ആ വിസർഗം മാറ്റിക്കൊണ്ട് നമ്മൾ ചേർത്ത് ചൊല്ലുകയാണ്. സങ്കോജസ്തദാ അവിദ്യ. സങ്കോജ പ്ലസ് തഥാ പ്ലസ് അവിദ്യ. ഒരിക്കലും വിദ്യ എന്ന് പറയരുത് കേട്ടോ. വളരെ ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. ഒരൊറ്റ അക്ഷരം പോലും തെറ്റാതെ വേണം ഇത് പഠിക്കാൻ. വളരെ കുറച്ച് പദങ്ങൾ ഇതിലുള്ളൂ. ഒരു മന്ത്രമാണ്. മന്ത്രാക്ഷരങ്ങൾ തെറ്റാൻ പാടില്ല. ഓഡിയോ കേൾക്കാതെ, ക്ലാസ് കേൾക്കാതെ ഒരിക്കലും ആരും കൃതി ചൊല്ലിയിടരുത്. അപ്പോൾ ഒരൊറ്റ കൃതി പോലും നമുക്ക് കറക്ഷൻ ചെയ്യേണ്ടതായി വരില്ല. നമ്മുടെ ജീവിതത്തിലെ തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം ഇതിനു വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക. ഒരു ശനിയാഴ്ച കുറച്ച് സമയം. അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ, നിങ്ങളുടെ കുലത്തെ തന്നെ ഉദാഹരണം ചെയ്യുന്നതിന് പര്യാപ്തമാണത്. നമ്മൾ പറഞ്ഞു സങ്കോജഃ പ്ലസ് തഥാ പ്ലസ് അവിദ്യ. സങ്കോജസ്തഥാ വിദ്യ ഭയങ്കരം. നാമരൂപാത്മനാ അത്യർത്ഥം വിഭാതീഹ. നോക്കൂ, വിഭാതി പ്ലസ് ഇഹ. ഇഹ ഇവിടെ എന്നർത്ഥം. വിഭാതി പ്ലസ് ഇഹ ചേരുമ്പോൾ എന്താവും? വിഭാതീഹ. പിശാചവത് എന്നാണ് ഇതിന്റെ പദച്ഛേദം. ഈ പദച്ഛേദം എല്ലാം ഒന്ന് എഴുതി നോക്കണം. പദ്യം ചൊല്ലി ഒരു 2-3-4 പ്രാവശ്യം മന്ത്രം ചൊല്ലണം. അതിനുശേഷം അതിന്റെ പദം പിരിച്ച് പറഞ്ഞ് പഠിച്ചതിന് ശേഷം വേണം ഗ്രൂപ്പിൽ നമുക്ക് ചൊല്ലിയിടാൻ. നമുക്ക് ഇതിന്റെ കൃതി വിവരണത്തിലേക്ക് കടക്കാം. അതായത് പ്രപഞ്ചം സത്യമായി കരുതുന്ന നമ്മെ ഗുരു ഓർമ്മിപ്പിക്കുകയാണ്. അധ്യാരോപമാണ് ഇത് എന്ന് എപ്പോഴും മനസ്സിൽ ചിന്ത ചെയ്ത് കൊള്ളണം. അതായത് എപ്പോഴാണോ ആത്മവിദ്യക്ക് സങ്കോചം വരുന്നത്, അപ്പോൾ ജ്ഞാനം പോയാൽ അജ്ഞാനമാണല്ലോ. ജ്ഞാനമില്ലാത്തവർക്ക് അജ്ഞാനമാണല്ലോ ഉള്ളത്. അജ്ഞാനം കടന്നു വരുന്നു. ആത്മവിദ്യക്ക് സങ്കോചം വരുമ്പോൾ അജ്ഞാനം കടന്നു വരുന്നു. ഈ അജ്ഞാനം കൂടുതൽ ജഡവസ്തുക്കളിലേക്ക് പോകുമ്പോൾ കട്ടിക്കൂടി അത് നിരവധി നാമരൂപങ്ങളായി വേർതിരിഞ്ഞ് പ്രകടമാകും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മൾ കൂടുതൽ പ്രപഞ്ച വ്യവഹാരങ്ങളിൽ പോയി ഭൗതിക സുഖങ്ങളിലേക്ക് നമ്മൾ പോയി ദുഃഖിക്കുകയും സുഖിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിക്കും, വിഷമിക്കും. അതാണ്. അതോടെ നമുക്ക് അത്യധികം ഭയവും വന്നു ചേരും. ഈ ജീവിതത്തെക്കുറിച്ച് ഓർക്കാൻ തന്നെ പേടിയാണ്. ഇന്ന് സുഖമാണെങ്കിൽ നമ്മൾ നാളത്തെക്കുറിച്ച് വെറുതെ ആലോചിച്ചുകൊണ്ട് ദുഃഖിക്കും. ഇനി നാളെയും സുഖമാണ് വരാൻ പോകുന്നതെങ്കിൽ കഴിഞ്ഞുപോയ ദുഃഖം ഓർത്ത് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ മനുഷ്യന്റെ പ്രകൃതികളാണ്. അപ്പൊ ഇവിടെ പറയുകയാണ്, അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. അജ്ഞാനം പിശാചിനെ പോലെ സദാ നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു തരികയാണ് ഗുരു. ഈ കാണുന്നതായി വിരിഞ്ഞു നിൽക്കുന്നതെല്ലാം ജ്ഞാനമാണെങ്കിൽ പിന്നെ എന്തിനാണ് അജ്ഞാനം, എന്തിനാണ് ദുഃഖിക്കുന്നത് എന്ന് പറയുകയാണ്. ഇനി കൃതി വിവരണത്തിലേക്ക് നമുക്ക് കടക്കാം. യഥാ ആത്മവിദ്യാ സങ്കോചഃ. മനുഷ്യൻ ഇന്ന് നാനാവിധമായ ദുഃഖങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന കാഴ്ച എങ്ങും കാണാം. എങ്ങും അതൃപ്തിയും ഉത്കണ്ഠയും ദുഃഖവും ഒക്കെ ഏറി വരികയാണ് അനുദിനം. അപ്പോൾ ജീവിത ദുഃഖത്തിന് കാരണം എന്ത് എന്ന അന്വേഷണവും അധ്യാരോപ സന്ദർഭത്തിൽപ്പെട്ടതാണ്. ഇവിടെ ആത്മവിദ്യാ സങ്കോചം പറഞ്ഞപ്പോഴാണ് നാം പറഞ്ഞു വരുന്നത്, ആദ്യം വേണ്ടത് താൻ ആരാണെന്നുള്ള അറിവാണ്. അതാണ് ആത്മജ്ഞാനം.
തന്നെ തന്നെ അറിയാതെ ഈ പ്രപഞ്ചത്തിലെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നാം അറിഞ്ഞിട്ട് എന്തിനാ? വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോയിട്ട് എന്തിനാ? ആദ്യം നീ ആരാണെന്ന് നീ അറിയൂ. അതായത് ആത്മാവിനെ പറ്റി അഥവാ തന്നെ പറ്റിയുള്ള ജ്ഞാനമാണ് ആത്മജ്ഞാനം. ഈശ്വരൻ സ്വപ്രകൃതിയാൽ തന്നെ തന്നെ വിസ്താരമാക്കിയതാണ് ഈ പ്രപഞ്ചമെന്ന് നാം ആവർത്തിച്ച് പഠിച്ചു കഴിഞ്ഞതാണ്. ഈ കാണുന്നതെല്ലാം ഈശ്വരന്റെ പ്രകൃതി തന്നെയാണ് എന്ന്. അതിൽ ഓരോരോ അംശമാണ്, ഓരോ മുളപ്പുകളാണ് നാം ഓരോരുത്തരും. അത്രയേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഈശ്വരന്റെ ഉണ്മയും തന്റെ ഉണ്മയും വേറല്ലെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. ഈശ്വരൻ തന്നെ പ്രകൃതിയായി വിരിഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽപ്പെട്ട ഒരു മുളപ്പാണ് നമ്മളെങ്കിൽ ഈശ്വരന്റെ ഉണ്മയും നമ്മുടെ ഉണ്മയും വേറല്ലല്ലോ. ചിന്തിക്കണം, മനനം ചെയ്യണം. നാമരൂപങ്ങളായി ഇവിടെ ധാരാളം മനുഷ്യരും പക്ഷി മൃഗാദി രൂപം പൂണ്ട ഈ ദൃശ്യപ്രപഞ്ചം പരമാത്മ വസ്തുവിന്റെ വിവിധ ഭാവങ്ങളാണെന്ന് കാട്ടിത്തരുന്ന വിദ്യയാണ് ആത്മവിദ്യ. ഈ കാണുന്ന ദൃശ്യങ്ങൾക്ക് ചൈതന്യമായ ശക്തിയെ അറിയുക എന്നതാണ് അർത്ഥമാക്കേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സ്വർണം കൊണ്ട് അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന വിവിധങ്ങളായ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കി പല പേരുകളിൽ അറിയപ്പെടുന്നു നാം, അല്ലേ? നാം മാല കണ്ട ഒരിക്കലും സ്വർണം എന്ന് പറയില്ല. നമ്മളെപ്പോലെ അജ്ഞാനികൾ അത് മാലയാന്നേ പറയുള്ളൂ. ഒരു ജ്ഞാനിയാണെങ്കിലോ അത് സ്വർണമാണ് എന്ന് പറയും. അപ്പൊ പറയാണ്, ഒരു സ്വർണമോ അല്ലെങ്കിൽ ഏത് ലോഹമോ ആയിക്കോട്ടെ, ഏത് വസ്തു ആയിക്കോട്ടെ, ഒരു മണ്ണോ എന്തോ ആയിക്കോട്ടെ, അതിൽ കൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കളെല്ലാം പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന വസ്തു അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തു തന്നെയാണ്. ആഭരണങ്ങളാണെങ്കിൽ അത് സ്വർണം മാത്രമാണ്. ഇങ്ങനെയുള്ള അറിവാണ് യഥാർത്ഥമായ ജ്ഞാനം. ഈ വസ്തുജ്ഞാനത്തിൽ നമ്മെ എത്തിക്കുന്ന ശക്തിയാണ് തൈജസി എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ശരിയായ ജ്ഞാനത്തിലേക്ക്, സത്യവസ്തുവിലേക്ക് നമ്മളെ എത്തിക്കുന്ന ശക്തിയാണ് തൈജസി ശക്തി. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നതിന് തടസ്സമുണ്ടായാൽ അജ്ഞാനം അനുഭവമണ്ഡലത്തിലേക്ക് കടന്നു കയറുന്നു നമ്മളിലേക്ക്. അപ്പോൾ ആത്മവിദ്യക്ക് സങ്കോചമുണ്ടാകുന്നു. അതാണ് ഇതാ ആത്മവിദ്യ സങ്കോചക എന്ന് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ വിദ്യ അവിദ്യ എന്നീ രണ്ട് ശക്തികൾ നിൽക്കുന്നു. ഇതിലെ വിദ്യയാണ് വികസിക്കുന്നതെങ്കിൽ അവിദ്യ ചുരുങ്ങുന്നു. തിരിച്ചു ചിന്തിക്കൂ, അവിദ്യയാണ് വികസിക്കുന്നതെങ്കിൽ വിദ്യ ചുരുങ്ങുന്നു, സങ്കോചിക്കുന്നു. അതായത് നമ്മുടെ ശ്രദ്ധ ബ്രഹ്മത്തിലാണെങ്കിൽ, സത്യവസ്തുവിലാണെങ്കിൽ ലോകത്തിൽ താല്പര്യം കുറയുന്നു. തിരിച്ച് ലോകത്തിലാണ് താല്പര്യമെങ്കിലോ ബ്രഹ്മത്തിൽ താല്പര്യം കുറയുന്നു, ആത്മവിദ്യക്ക് സങ്കോചമുണ്ടാകുന്നു. രണ്ടും ഒരുമിച്ച് നിൽക്കില്ല. ഒന്ന് പോകണം, ഒന്നുണ്ടാകണമെങ്കിൽ. കയറിൽ പാമ്പും കയറും ഒരുമിച്ച് കാണാനാവില്ല നമുക്ക്. അതായത് കയറെന്ന വസ്തുവില് ആ പാമ്പെന്ന ഭ്രമം, ഭയം ഇല്ലാതെയാകണമെങ്കിൽ കയറിന്റെ യഥാർത്ഥ സ്വരൂപം നമ്മൾ അറിയണം, അല്ലെ? ശരിയായ ജ്ഞാനത്താൽ പാമ്പ് നശിക്കുമ്പോൾ മാത്രമേ കയറെന്ന സ്വരൂപം തെളിഞ്ഞു വരികയുള്ളൂ. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ 28-ാം ശ്ലോകം പറയുകയാണ്, അവ്യക്താധീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവനം. അർജുന, സൃഷ്ടിയിലെ ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല. നമ്മൾ പറഞ്ഞില്ലേ, പ്രകൃതിയായിട്ട് അങ്ങനെ ഇരുന്നു, വാസനയായിട്ടിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോ ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല. ഇത് മധ്യത്തിൽ, വ്യക്തമധ്യാനി ഭാരത, മധ്യത്തില് ഈ പ്രപഞ്ച വ്യവസ്ഥയിൽ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ മധ്യാവസ്ഥയിൽ ആവിർഭാവം കൊള്ളുന്നു. നശിക്കുമ്പോൾ വീണ്ടും അത് അവ്യക്തമാകുന്നു. പിന്നെ നീ എന്തിനാ ഇവിടെ പരിദേവനം ചെയ്യുന്നത്, വിഷമിക്കുന്നത് അർജുന എന്ന് സത്യം ഉപദേശിക്കുകയാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. അവിദ്യ നാമരൂപങ്ങളെ ഉണ്ടാക്കി കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. വിദ്യ വസ്തു ഒന്നേയുള്ളൂ, ഇവിടെ വസ്തു ഒന്നേയുള്ളൂ, ഒന്നാണ് എന്ന് കാണിച്ചും തരുന്നു. ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നുണ്ടല്ലോ, ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്
തേന തെക്തേന ഭുഞ്ജീതാഃ മാകൃത കസ്യ ശുദ്ധനം. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നതുകൊണ്ടു നീ ചരിക്ക മുക്തനായി ആശിക്കരുതാരുടെയും ധനം. ഇവിടെ പരമകാരണമായ പരമാത്മാവ് പ്രപഞ്ചമായി കാണപ്പെടുന്ന സകലതിലും അക്കവും പുറവും നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നീ ഒന്നും, ഈ കാണുന്ന ഒന്നും തൻ്റേതെന്ന് കരുതാതെ എല്ലാം ത്യജിച്ച് ലോകരക്ഷയ്ക്കായി സ്വധർമ്മം അനുഷ്ഠിക്കുക. നീ ആരുടെ സമ്പത്തും കൊതിക്കരുത്. ധനം കസ്യസ്വേത്, ധനം ആരുടെയാ? ഈ ജഗത്തിനെ കാണുകയും ഈശനെ കാണാതിരിക്കുകയും ചെയ്യുന്ന ശിഷ്യനോടാണ് ഗുരു സംസാരിക്കുന്നത്. അവിടെ നാമരൂപങ്ങളോട് കൂടിയ ജഗത്ത്, നീ കാണുന്ന ഈ ജഗത്ത്, അതിന്റെ കാഴ്ച ശരിയല്ല. നാമരൂപങ്ങളോട് കൂടിയ ആ വസ്തുക്കളായി മാത്രം നീ കാണുന്ന നിന്റെ ആ കാഴ്ച ശരിയല്ല എന്ന് പറയാണ്. ഇതിലെ ഏറ്റവും ചെറിയ അംശത്തിൽ പോലും ഈശാവാസ്യമിതം സർവം, ഈശനാൽ അകവും പുറവും നിറയപ്പെട്ടതാണ് എന്നറിയണം നീ. ഗുരുവിന് പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാ കൃതികളിലൂടെയും നമ്മോട് പറഞ്ഞു തന്നിരിക്കുന്നത്. ജനീ നവരത്ന മഞ്ജരി എന്ന കൃതി എപ്പോഴും നമ്മൾ ചൊല്ലുന്ന കൃതിയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഇല്ലാതമായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെയില്ല, അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യം അതുമെല്ലാം ഒരാദിയറിവാം. തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല, മതി ഈ സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഘബോധ ജനനീ. നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് ഗുരു പറഞ്ഞു തന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇല്ലാതെ ഇരിക്കുന്ന മായയിടും ഉല്ലാസമൊന്നും, മായ ഇട്ട് കാണിച്ചു തരുന്ന, ഉണ്ടാക്കി കാണിക്കുന്ന ഉല്ലാസമൊന്നും, ഈ പ്രപഞ്ച ദൃശ്യങ്ങളൊന്നും അറിവല്ലാതെയില്ല. ജ്ഞാനസ്വരൂപമായ പരമാത്മസത്തയിൽ നിന്നും ഭിന്നമായിട്ടുള്ളതല്ല എന്ന് പറയാണ്. എന്നിട്ട് അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമത് എല്ലാം ഒരാദി അറിവാം. അതായത് അനിലൻ തുടങ്ങി പഞ്ചഭൂതങ്ങള്, ഭൂമി, ആകാശം, ജലം, വായു, അഗ്നി, ഈ പഞ്ചഭൂതങ്ങളെല്ലാം ഒരു ആദി അറിവാം, എല്ലാം പരമാത്മസത്ത തന്നെയാണ് എന്ന് പറയാണ്. തല്ലാഘവം പറകിൽ, ആ സത്യബോധം ഉളവാക്കി തീർക്കുന്ന ആ ശാന്തിയെക്കുറിച്ച് വിവരിക്കുകയാണെങ്കിൽ പറകിൽ ഇല്ലാരണം, നമ്മുടെയൊക്കെ ഈ മതമാത്സര്യങ്ങളും യുദ്ധകോലാഹലങ്ങളും എല്ലാം അവസാനിക്കും. രണങ്ങളില്ലാണ്ടാവും, യുദ്ധമില്ലാണ്ടാവും, മത്സരം ഇല്ലാണ്ടാവും. മതി ക്രിയകൾ മല്ലാടുകില്ല, മതി, നമ്മുടെ ബുദ്ധി ക്രിയകൾ മല്ലാടുകില്ല, കർമ്മബന്ധങ്ങളിൽപ്പെട്ട് ഉഴലുകയില്ല. എല്ലാവരും പറഞ്ഞു ഗുരു തരികയാണ്. ഇതൊക്കെ നാം പഠിക്കണം. എല്ലാവരും തിരയും ഈ സലാഭമൊന്നു മതി. സകല ജീവജാലങ്ങളും എത്തിച്ചേരാൻ കൊതിക്കുന്ന ഈ സത്യലാഭം ഒന്നു മാത്രം മതിയാകും. ഉല്ലാഘബോധ ജനനീ, പാപങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ കഴിയുള്ള ജ്ഞാനത്തെ ഉളവാക്കുന്ന അല്ലയോ അമ്മേ എന്ന് കാരുണ്യം കൊണ്ട് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും ഗുരുവിൻ്റെ ആ വാണികൾ കേൾക്കുമ്പോൾ. അപ്പൊ നമ്മള് പറയുകയാണ്, മനുഷ്യര് സുഖം തേടി അലയുന്നവരാണ്. സുഖാർത്ഥ സർവഭൂതാന എന്ന്. സുഖമാണ് മനുഷ്യർ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ദുഃഖമായിരിക്കാൻ ആരും തന്നെ ആഗ്രഹിക്കില്ല. നമ്മൾ ഈ ക്ലാസ്സുകൾ പഠിക്കുന്നത് പോലും നമുക്ക് ശാന്തിയും സുഖവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. മമ വത്മ അനുവർത്തന്തേ മനുഷ്യാഹ പാർത്ഥ സർവശഃ. ഭഗവത്ഗീത പറയാണ്, അർജുന, സകല മനുഷ്യരും എന്നെ ലക്ഷ്യമാക്കി തന്നെയാണ് ചലിക്കുന്നത്. ആനന്ദം ഇരിക്കുന്ന വസ്തുക്കൾ നോക്കി നമ്മൾ
ഭൗതിക വസ്തുക്കളിലേക്ക് ആശ്രയിച്ചു പോകുമ്പോഴാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നത്. കാരണം ആ വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന ആനന്ദം കുറച്ചേ ഉള്ളൂ. അത് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരുന്നാലേ നമുക്ക് വീണ്ടും വീണ്ടും ആനന്ദിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ശാശ്വതമായ ആനന്ദത്തെ കിട്ടാതെ നമ്മുടെ പതനമായിരിക്കും അവിടെ ഫലം. അപ്പോൾ ആ ആനന്ദമാർഗം ആരും തേടരുത്, കണ്ടെത്തരുത്. പരമമായ ആനന്ദമുണ്ട്, അതിനെ തേടി പോവുക, ഭയം ജനിക്കാതിരിക്കുക. പറയാണ് യഥാ ആത്മവിദ്യാ സങ്കോചഃ തഥാ അവിദ്യ പിശാചവത് നാമരൂപാത്മന അത്യർത്ഥം ഭയങ്കരം വിഭാതി. പിശാചിനെ പോലെ, പിശാചവത്ത് എന്ന് പറഞ്ഞത് ഗുരു. ഈ പ്രപഞ്ചത്തിലെ ദുഃഖ ദുരിതങ്ങളിൽപ്പെട്ട് ഉഴലുന്ന നമുക്ക് പ്രപഞ്ചത്തെ സത്യമായി എണ്ണുന്ന നമ്മളോട് പറയാണ് പിശാചവത്ത്. ഈ പ്രപഞ്ചം ഭയം ജനിപ്പിക്കും അത്രേ. രാത്രിയിൽ ഇരുട്ടത്ത് നമുക്ക് പിശാച് നിൽക്കുന്നതായി തോന്നും. ശരിയായ അറിവ് വരുമ്പോൾ അത് പിശാചല്ലാന്ന് നമുക്ക് തോന്നും, അല്ലെ? കുറ്റിയില്, വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന മരക്കുറ്റിയില് ഭൂതത്തെ കാണുന്ന പോലെ ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ തോന്നും അവിടെ ആരോ നിൽക്കുന്നുണ്ട്, ഭൂതമാണെന്ന്, അല്ലെ? പ്രേതമാണെന്ന്. വിളക്ക് വന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നേരം വെളുത്ത് നോക്കുമ്പോൾ അവിടെ പ്രേതവുമില്ല, ഭൂതവുമില്ല, ഒന്നുമില്ല, കുറ്റി മാത്രം ഉണ്ടായിരുന്നത്, അല്ലെ? അപ്പൊ എവിടെ പോയി ഭൂതം? ശരിയായ ജ്ഞാനത്താലെ പോയി. അതുപോലെ ഒന്നാണ് അറിവില്ലാത്തപ്പോഴും സംഭവിക്കുന്നത്. നാം ഇപ്പോൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നതും ദുഃഖിക്കേണ്ടാത്തതായ ഒരു വസ്തുവിനെ കുറിച്ചാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അറിവാകുന്ന വെളിച്ചമില്ലാത്തവൻ തീർച്ചയായും ഇരുട്ടിലാണ് കഴിയുന്നത്. അറിവില്ലാത്തവരോട് അനുകമ്പയോടെ പെരുമാറണമെന്നാണ് ഗുരു നമ്മെ പഠിപ്പിച്ചത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സങ്കടം അറിവില്ലായ്മയാണ്. രോഗമോ ദാരിദ്ര്യമോ ഒന്നുമല്ല എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഈ അറിവിന്റെ വെളിച്ചത്തിലേക്ക് വരാൻ സാധിച്ച ഈ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഇത് കണ്ണടച്ച് ഭക്തിയോടെ ഈ ക്ലാസ് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഗുരുവിന്റെ കടാക്ഷം അവനുണ്ട് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. പറയാണ് അവിദ്യ നാമരൂപാത്മന അത്യർത്ഥം ഭയങ്കരം വിഭാതി. ആർക്കും അവരവരെ ഭയമില്ല. നമുക്കാർക്കും നമ്മെ ഭയമില്ല. ഭയക്കുന്നത് മറ്റെന്തിനെയോ ആണ്. ഒരു ശിവലിംഗദാസ സ്വാമികളോട് ചോദിക്കുന്നുണ്ട്, രണ്ടാമതൊന്നുണ്ടെങ്കിലല്ലേ ഭയത്തിന്റെ ആവശ്യമുള്ളൂ എന്ന്. രത്വാമലയിലെ ഭഗവാന് ഭയം ഉണ്ടായിരുന്നോ? ഇല്ല. ചൈതന്യ സ്വരൂപനായ ഗുരു ഭയമില്ലാതെയാണ് മരുത്വാമലയിൽ കഴിഞ്ഞത്. നമുക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ കെട്ടുകഥകളായിട്ട് ഇതൊക്കെ ഉള്ളതാണോ എന്ന് അജ്ഞരായ നമുക്ക് തോന്നാം. പക്ഷേ ഭഗവത്ഗീതയിൽ ദൈവാസുര സമ്പദ് വിഭാഗ യോഗം എന്ന അധ്യായത്തില് കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്, ദൈവപ്രകൃതിയാൽ അനുഗ്രഹീതരായ മനുഷ്യര് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അഭയം സത്വ സംശുദ്ധി ജ്ഞാന യോഗ വ്യവസ്ഥിതി. അത് പറയുമ്പോൾ ധാരാളം പറഞ്ഞു പോവാനുണ്ട്. നമുക്ക് നമ്മുടെ കൃതിയിലേക്ക് വരാനുള്ളത് കൊണ്ട് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് അഭയം, ഭയമില്ലാത്തവൻ, സത്വസംശുദ്ധിയുള്ളവൻ, ജ്ഞാനയോഗ വ്യവസ്ഥിതി ഉള്ളവൻ, ദാനം, ദമം, യജ്ഞം, തപഹ, അങ്ങനെ കുറേ ഗുണങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം ഒത്തിണങ്ങിയ ചൈതന്യ സ്വരൂപമാണ് ഗുരു എന്ന് നിറഞ്ഞ കണ്ണുകളോടെയാണ് പറയുന്നത്. നാം അറിയുന്നില്ലല്ലോ ഗുരുവിനെ എന്ന ചിന്തയാണ് ഈ ഗുരുവിന്റെ കൃതി പഠിപ്പിക്കുമ്പോൾ മനസ്സിലിങ്ങനെ നിറഞ്ഞു വരുന്നത്. ദൈവപ്രകൃതിയാൽ അനുഗ്രഹീതരായ മനുഷ്യരെ ദൈവമെന്ന് വിളിക്കുന്ന, അതായത് പ്രപഞ്ചമെന്ന് വിളിക്കുന്ന, ചൈതന്യമെന്ന് വിളിക്കുന്ന സ്വരൂപം ആരാണ് ഈ ഭൂമിയിൽ എന്ന് ചോദിച്ചപ്പോൾ ലക്ഷണം പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. അതിൽ ആദ്യത്തെയാണ് അഭയം, ഭയമില്ലാത്തവൻ. നിർഭയനായി ജീവിച്ച, നിർഭയനായി ദേഹയാത്ര, ഈ ശരീര യാത്രയില് അത്രയും നിർഭയതയോടെ ജനങ്ങളെ പഠിപ്പിച്ച, മനസ്സിലാക്കിയ, നയിച്ച, നേർവഴിക്ക് നയിച്ച മഹാഗുരുവിന്റെ ഈ ദിവ്യവാണികള്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഈശ്വരൻ സ്വപ്രകൃതിയാൽ വിസ്താരമാക്കിയതിന്റെ ഒരംശം തന്നെയാണ് താനെങ്കിൽ താനും അവയും ഒരേ ഒരു ഈശ്വരാംശം തന്നെയാണ്. ഇത്രയും അറിയുമ്പോൾ ഭയം ഓടി മറയുന്നതായി അനുഭവപ്പെടും. ഇനി പ്രപഞ്ചത്തെയും ഇവിടുത്തെ ദുഃഖ ദുരിതങ്ങളെയും എന്തിനാണ് ഭയക്കുന്നത്? ഭയക്കേണ്ട ആവശ്യമില്ല.
ഭയത്തെ അകറ്റണമെങ്കിൽ ആത്മവിദ്യ ഉണ്ടാകണം. ആത്മവിദ്യക്ക് വികാസമുണ്ടാകണം. സാധാരണ മനുഷ്യർക്ക് ലോകത്തെ ഈ ഈശ്വരാംശത്തെ അറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഭയം ജനിപ്പിക്കുന്ന ഈ പ്രാപഞ്ചിക ജീവിത ദുഃഖ ദുരിതങ്ങളിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്നത് എന്തുകൊണ്ടാണ്? മോദസ്ഥിരനായി മല പോലെ അവയിൽ ചലിക്കാതെ ഇരുന്ന ഗുരു പറഞ്ഞു തരികയാണ്, നാം ലോകത്ത് കാണുന്ന ഓരോ വസ്തുവിനും നാമവും രൂപവും ഉള്ളതുകൊണ്ട് രൂപത്തെ കാണുമ്പോൾ അതിനെ സത്യമായി എണ്ണി അതിൽ നിറഞ്ഞിരിക്കുന്ന പൊരുളിനെ നാം കണക്കാക്കുകയില്ല. അങ്ങനെ അനുഭവപ്പെടുന്ന ലോകമാണ് ഒരു പിശാചിനെ പോലെ നമ്മിൽ ഭയമുളവാക്കുന്നത്. നാം ഉറപ്പിക്കേണ്ടുന്ന ഒരു കാര്യം, ഈശ്വരൻ സ്വയം വിസ്തൃതി കൈവരിച്ചതിലെ ഒരംശമാണ് മനുഷ്യ മനസ്സും അതിലെ ഭാവനകളും അവയ്ക്ക് നൽകിയിരിക്കുന്ന പേരുകളും എന്നറിയണം. ചുരുക്കത്തില് വിവിധ നാമരൂപങ്ങളായ പ്രപഞ്ച ദൃശ്യങ്ങൾ ഈശ്വരാംശം തന്നെയെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ ലോകം നമുക്ക് പിശാചിനെ പോലെ ഭയമുളവാക്കുന്നത്. കാണുന്നത് മുഴുവൻ താൻ തന്നെ എന്ന സത്യം ഉറപ്പിക്കണം. അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് ഉയരണം. അജ്ഞാനമാകുന്ന നിദ്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നമാണ് ഈ പ്രപഞ്ചം. കഠോപനിഷത്ത് പറയുന്നത് പോലെ ഉത്തിഷ്ഠത, ജാഗ്രത, ഉണരൂ. ഈ സത്യത്തെ തന്റെ ഉള്ളിൽ തന്നെ ആവർത്തിച്ച് പറഞ്ഞുറപ്പിക്കൂ. ഈശ്വരനിൽ നിന്നും ഭിന്നമായി പ്രപഞ്ചത്തെ കണ്ടതിനാലുള്ള ഭയം ഒഴിവാക്കൂ. ദൈവമേ, നിനയ്ക്ക നീയും ഞാനും ഒന്നു തന്നെ എന്നു കൈവരുന്നതിന്നിതെന്നി അടിയനില്ല കാംക്ഷിതം എന്ന ഗുരുവചനം. അപ്പോൾ നമ്മിലുള്ള ആത്മജ്യോതിസിനെ തെളിയിച്ചെടുക്കണം. സർവ്വതിലും ഈശ്വര ചൈതന്യം കാണാൻ കഴിയണം. അങ്ങനെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്കൊക്കെ ഞാന്, എന്റേത് എന്നൊക്കെയുള്ള മമതാബോധം, രാഗദ്വേഷാദികള് എല്ലാം ഉയരുന്നത്, മതമാത്സര്യങ്ങള് എല്ലാം. അപ്പോൾ പലതായി കാണുന്ന അവിദ്യാമാർഗത്തിൽ നിന്നും എല്ലാറ്റിലും തുല്യമായി സ്ഥിതി ചെയ്യുന്ന ആത്മവസ്തുവിനെ കാണുന്ന വിദ്യാമാർഗത്തിലാണ് നാം സഞ്ചരിക്കേണ്ടത്. അവിദ്യാമാർഗത്തിലൂടെ ചുറ്റിത്തിരിഞ്ഞ് ജീവിതം കോലാഹലമായി തീരുന്നതാണ് ഭയത്തിന് കാരണമാകുന്നത്. സദാ സദ്വിവേകം നേടിയ ഗുരു നമ്മെയും നിർഭയതയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയാണ് താൻ ഉൾപ്പെടെ സർവ്വതിലും പ്രകാശിക്കുന്ന ആത്മചൈതന്യത്തെ പറഞ്ഞു തന്നിട്ട് ലോകം ദുഃഖമെന്ന് കരുതി ദുഃഖങ്ങളിൽ തളർന്നു പോകാതെ, ഭയമുണ്ടാകാതെ ധീരനായി മുന്നേറണം. നിനക്ക് ഈ പ്രപഞ്ചം പിശാചിനെ പോലെ ദുഃഖമുളവാക്കുന്നത് ശരിയായ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. ആ ശരിയായ ജ്ഞാനത്തിലേക്ക് ഉയരണം എന്ന് ഗുരു പഠിപ്പിക്കുകയാണ് നമ്മെ. അപ്പോൾ നമുക്ക് അപരനു വേണ്ടി അഹർനിശം പ്രയത്നിക്കാനും ഒരുവനു നല്ലതു മന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയാണ് എന്നൊക്കെ ഗുരു പറഞ്ഞു തന്നതിൻ്റെ പൊരുൾ നമുക്ക് ഉൾക്കൊണ്ട് ജീവിക്കാനാകും. ഒട്ടും ഭയം വേണ്ട, ജീവിതത്തിൽ ഭയമേ വേണ്ട, ദുഃഖദുരിതങ്ങളിൽ തളർന്നു പോകരുത്, സന്തോഷമായി ശാന്തമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജ്ഞാനവല്ലരി ഗുരുവിൽ സമർപ്പണം. ഗുരുവോം തത്സത്.